എൻ്റെ പൊന്നോ, തക്കാളി വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം അറിയാതെ പോയതിൽ എനിക്ക് കുറ്റബോധം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം തക്കാളിക്ക് നല്ല വില കുറവാണല്ലോ അല്ലേ. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി കുട്ടികൾക്കായാലും ഇനി നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ തക്കാളി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. തക്കാളിൻ്റെ യാതൊരു വിധത്തിലുള്ള രുചിയല്ല കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ക്യാഷൊക്കെ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു തരം മിഠായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയണില്ല. ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു മിഠായി, ഈ ഒരു പലഹാരം, മിഠായിന്നോ പലഹാരം എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഏതായാലും നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളി നല്ല പഴുത്ത തക്കാളിയൊക്കെ അപ്പോൾ കടയിലായാലും ഇനിയിപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടിയും റോട്ടിലൂടെയും ഒക്കെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ് പോലെ. ഈ ഒരു ടൈമിൽ 6 കിലോ 100, 7 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ആ ഒരു ടൈമിൽ കുറച്ച് തക്കാളിയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മളായാലും കുട്ടികളൊക്കെ ആയാലും കഴിക്കും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിഠായി പലഹാരമൊക്കെയാണത്. ഹൽവാന്നോ മിഠായിന്നോ ഒക്കെ നമുക്ക് വിളിക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒരു 6 7 തക്കാളി എടുത്തിട്ടാണ് ഇത് ചെയ്യണത്. നല്ല വലിപ്പമുള്ള തക്കാളിയും വലിപ്പമില്ലാത്ത തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നാടൻ തക്കാളി അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആകുമ്പം ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടി രുചി കൂടി വരും. അപ്പോൾ തക്കാളി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് തക്കാളി നമ്മളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഞെട്ടിയെടുക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാറില്ലേ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ. തക്കാളി കണ്ണും ചിമ്മിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തോളി. ചില സമയത്തൊക്കെ തക്കാളിക്ക് കത്തുന്ന വില ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് കറിയിലിടാൻ തന്നെ ഭയങ്കര വേദന ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നേന്ത്രപ്പഴത്തിനുണ്ടല്ലോ ഇപ്പം നല്ല വില. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം നേന്ത്രപ്പഴം തന്നെ നല്ലോണം വില കുറയുന്ന ടൈം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സാധനമായാലും വില കുറയുന്ന സമയത്താകുമ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കുമ്പോൾ യാതൊരു മടി ഉണ്ടാവില്ല സാധനം ചിലവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിത് ഉണ്ടാക്കിയോളൂ കേട്ടോ. നിങ്ങളിത് ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കട്ടോ. ഇതിന് ഉമ്മമാരെന്നെ മെനക്കെടണം എന്നൊന്നുമില്ല, കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ ഒരു 5-6 തക്കാളി എടുത്തിട്ട് 6 7 10 തക്കാളി അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ അത്രയും എടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലുള്ള നീര് മുഴുവനും കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ നമ്മളിത് ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കണ ചണ്ടി ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അരിച്ചെടുത്തിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഇതുപോലെ അരിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുലുക്കിയിട്ട് ഒന്നും കൂടെ അരിച്ചെടുത്താലും മതിയാവും. അതെന്താണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ചെയ്യാം. ഏതായാലും ഇപ്പം നമ്മളിത് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്കും ഇതിലുള്ള തൊലിയും കുരുവും ഒക്കെ വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തൊലിയും കുരുവും നമുക്ക് വേറിട്ടെടുക്കും ചെയ്യണം. അതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ വലിയൊരു ചണ്ടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു തൊലിയും കുരുവൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇട്ട് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു ഹൽവ നല്ല പോലെ ഹൽവന്നോ മിഠായി എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഹൽവ ആണെങ്കിൽ ഹൽവാക്കാം, മിഠായി ആണെങ്കിൽ മിഠായിയൊക്കെ ചെയ്യാം. ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ജ്യൂസ് നല്ലോണം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കിയെടുത്ത് ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനിയിപ്പോൾ കോൺഫ്ലോർ നിങ്ങളെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ട് വെള്ളത്തിട്ടിട്ട് അത് അരച്ചിട്ട് നേരെ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. പക്ഷേ കോൺഫ്ലോർ ആവുമ്പോൾ ഇത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. മിഠായി ആയാലും ഇനി ഹൽവ ആയാലും ഒക്കെ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലോർ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം 1/2 ടേബിൾ സ്പൂണോളം എന്താ പറയുക ഏലക്കായുടെ പൊടിയും അതുപോലെ തന്നെ ലേശം
നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് മധുരമാണ്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നിങ്ങൾക്ക് വേണ്ട. ഒരു ഷുഗർ പേഷ്യൻ്റൊക്കെ ഇത് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കിപ്പോൾ അത് ഷുഗർ പേഷ്യൻ്റ് ഒന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ, ശർക്കര ഇല്ല എങ്കിൽ ഇതുപോലെ 2 കുഞ്ഞിക്കയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. നല്ല കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. 2 കുഞ്ഞിക്കയിൽ പഞ്ചസാര, ഏകദേശം ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തക്കാളി ആയതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലൊരു പലഹാരമാണ്, നല്ലൊരു മിഠായിയാണ്. അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കാനൊക്കെ എന്തായാലും ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തക്കാളി, ഷുഗർ കുറയാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു മെഡിസിനാണ് തക്കാളി കഴിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു തക്കാളി കൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ചേർത്തിട്ടാണ്, മധുരം കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലോണം മധുരം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല മധുരമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ചെറിയൊരു കഷ്ണമൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കഴിക്കട്ടോ, കാരണം ഇതൊരു അടിപൊളി ടേസ്റ്റി പലഹാരമാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലേശം നെയ്യാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് നെയ്യ് ഉപയോഗിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ നമ്മൾ പശുവിൻ്റെ നെയ്യാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് നെയ്യോ ഡാൽഡൻ്റെ നെയ്യ് ഉണ്ടല്ലോ അതോ, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്ത് ചേർത്താലും നമുക്ക് രുചിക്ക് ടേസ്റ്റിനൊരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു നെയ്യായാലും ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും ഫസ്റ്റിലേ ചേർത്ത് കൊടുക്കണ്ട. ഫസ്റ്റിലേ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ കുറുക്കി എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടിത്തെറിക്കുക എന്നല്ല, കയ്യിലേക്കൊക്കെ ഇങ്ങനെ തെറുക്കുമ്പോൾ ഒരു പ്രശ്നമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞാൻ ഈ ഒഴിച്ചു കൊടുത്ത പോലെ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തോളി. ഇനിയിപ്പോൾ ഇളക്കണം, എപ്പോഴും ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് ജോലികൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എണ്ണ ഇങ്ങനെ വിട്ടു പോകുന്ന രീതിയിൽ നമുക്കാവും. ആ ഒരു സമയം വരെ നമുക്കിതൊന്നിങ്ങനെ തീമിൽ വെച്ചിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇതാ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കറക്റ്റ് കളറൊക്കെ ഈ ഒരു നമ്മുടെ തക്കാളി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല റെഡ് കളർ, പ്യൂർ റെഡായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത എണ്ണ ഉണ്ടല്ലോ, നെയ്യ്, അതൊക്കെ ഇങ്ങനെ കക്കി പുറത്തേക്ക് വരും ചെയ്യും. നല്ല ഒന്നും കൂടെ ഒരു ഇതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഞാനിപ്പോൾ ഏതായാലും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പാത്രം കണ്ടിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ വീട്ടിൽ കറിപ്പാത്രമാണെങ്കിലും അതല്ല ഏതാണോ നിങ്ങളടുത്തുള്ള പാത്രം, ഇനിയിപ്പോൾ ഐസ്ക്രീമിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യേണ്ട കേട്ടോ. കാരണം നമ്മൾ ഇത് നല്ല ചൂടോട് കൂടിയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എന്താ അറിയോ, നല്ല പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ അത് ഉരുകും ചെയ്യും. അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നമാണല്ലോ പ്ലാസ്റ്റിക് നമ്മൾ ചൂടുള്ള ഉപയോഗിക്കണം. അപ്പോൾ അത് വേണ്ട. സ്റ്റീലിൻ്റെ ഒക്കെ പാത്രം എടുത്തോളി. എന്നിട്ട് അതിൽ ലേശം ഒരു ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് സമയമാകുമ്പോഴേക്കും ഇത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ് വിടിയിക്കാനൊന്നുമില്ല, എന്നാലും ഇതിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടലുണ്ടെങ്കിൽ അതൊന്ന് വേറിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ സൈഡൊന്നിങ്ങനെ വിടിയിച്ച് കൊടുക്കുമ്പോഴേക്കും ഇതാ നല്ല പോലെ ഇങ്ങനെ അടർന്ന് കിട്ടുന്ന പോലെ ഉണ്ടാവും. ഇതിൻ്റെ രുചി എന്താണെന്ന് നിങ്ങളോട് പറയാൻ എനിക്കറിയില്ല. അത്രക്കും നല്ലൊരു രുചിയാണ് കേട്ടോ. ആ തക്കാളിൻ്റെ ആ ഒരു പച്ചച്ചോയൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഏലക്കായ് പൊടിയും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളടുത്ത് ഇപ്പോൾ ഏലക്കൻ്റെ പൊടി ഇല്ല വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നമ്മൾ ആ ഒരു തക്കാളി അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 1-2 ഏലക്കായും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല ജീരകം ഇട്ടെടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ലപോലെ തക്കാളിൻ്റെ കൂടെ അരിഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പൊടി ഇല്ല എന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ.
അപ്പോൾ ഇതാ ഞാനത് കൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാം, നല്ല സോഫ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാമല്ലോ, അതുപോലെയാണ്. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ചെറിയ കുട്ടികളുണ്ടല്ലോ വീട്ടിൽ, ഓർക്ക് വരെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, യാതൊരു പ്രശ്നമില്ലാതെ കിട്ടും. അപ്പം ഇനി നമുക്കിത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഹൽവ രീതിയിലാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതെല്ലാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അത്. ഒരുപാട് മധുരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇതിന് രുചി തോന്നിയത് പഞ്ചസാരയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. പക്ഷേ ശർക്കരയെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പഞ്ചസാരയിലാണ്. പക്ഷേ ഇവിടെ ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടമായത് ശർക്കരയിൽ ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തോളി. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കോൺഫ്ലോർ 6 ടേബിൾ സ്പൂണാണ്. നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറല്ലേ ചേർത്തത് ഒരു 6-7 തക്കാളിയിലേക്ക്. നിങ്ങളൊരു 7 തക്കാളിയിലേക്കൊക്കെ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളെ വീട്ടിൽ മക്കളും മരുമക്കളും കുട്ടികളൊക്കെ ഉള്ള വീടാണ്, വീട് നിറഞ്ഞു നിൽക്കുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തികയൂല. ഇനിയിപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, എന്നാൽ പോലും അവൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണോണ്ട് തന്നെ നമുക്ക് തികയൂല. പിന്നെ ഓള് മാത്രമല്ല കേട്ടോ ഇത് കഴിക്കുക, അവളെ കൂടെ ഫ്രണ്ടൊക്കെ ഉണ്ടാവും. അവളെ ഇളാപ്പൻ്റെയും മൂത്താപ്പൻ്റെയും കുട്ടികളാണ് എപ്പോഴും അവളെ കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തക്കാളിയുടെ അളവ് കൂട്ടണേയും കൂട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളിയിലേക്ക് തന്നെ നിങ്ങൾക്ക് കോൺഫ്ലോർ കുറച്ച് കൂട്ടിയിട്ട്, കോൺഫ്ലോറോ ഇനി അരിപ്പൊടിയോ അരി അരച്ചിട്ട് ഒഴിക്കണതോ ഇനി ഗോതമ്പ് പൊടിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മൈദ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഒക്കെ ചെയ്യുക. കോൺഫ്ലവറിനാണെങ്കിൽ ഞാൻ കുറച്ച് നല്ലൊരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു പേപ്പർ ഉണ്ടാവുമല്ലോ, ഈ പേപ്പറിൽ ഈ ഒരു കവറിൽ നമുക്ക് പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് നമ്മൾ കടിച്ചാപ്പറിച്ചൊക്കെ വാങ്ങുന്ന ആ ഒരു മിഠായിൻ്റെ അതേ രീതി കിട്ടും കേട്ടോ. പിന്നെ കടിച്ചാപ്പറിച്ചിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഈ തക്കാളിൻ്റെ ആ ഒരു പുളി, തക്കാളിക്ക് ഉണ്ടാവുള്ളൊരു നല്ല അത്യാവശ്യം നല്ല പുളി, ആ പുളിയിലേക്കൊരു മധുരം ചേരുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക, നല്ല ജീരകമൊക്കെ ചേരുക. പിന്നെ നെയ്യ്, പിന്നെ നമ്മളിതിങ്ങനെ വേവിക്കുക. എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകും ആ കോൺഫ്ലോറിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല കേട്ടോ, കാരണം അത് കമ്പത്തിൻ്റെ പൊടിയല്ലേ. അപ്പോൾ ആ ഒരു മിഠായി കുട്ടികൾക്ക് എന്തായാലും നിങ്ങൾ കുറേ തക്കാളിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ. വലിയ പണിയൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ്, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളോട് പറയുക കറക്റ്റൊക്കെയാണ്. വീഡിയോയിലല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാൻ എന്താ ചെയ്യാറിയോ, കുറച്ച് തക്കാളി വേഗം കട്ടിംഗ് ബോർഡൊന്നും എടുക്കില്ല, മിക്സിൻ്റെ ജാറെടുക്കും. കുറച്ച് തക്കാളി കയ്യിലിട്ട് തന്നെ കൊത്തി നുറുക്കിയിട്ടിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ട് വേഗം അരിപ്പെടുത്ത് അരിച്ച് വേഗം ഒന്ന് ചട്ടിയിലിട്ട് കലക്കി അങ്ങോട്ട് ഉണ്ടാക്കും. അത്ര പണിയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ കറക്റ്റിന് പറഞ്ഞു തരണമല്ലോ വെച്ചിട്ട് അളവും മെഷർമെൻറ്റ് കറക്റ്റാക്കിയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ പ്രയാസം ഇങ്ങോട്ട് തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കും വേണം. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഓൽക്കൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കാരണം നമ്മുടെ വീഡിയോ എല്ലാവരുടെ അടുത്തും എത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും എത്തേണ്ടത് നമുക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാകുമ്പോൾ നിങ്ങളേക്ക് എത്തും. യൂട്യൂബിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആരാണോ നമ്മളെ വീഡിയോ കാണുന്നത്, അതാരാണോ കൂടുതൽ സമയം കാണുന്നത്, അവർക്ക് തന്നെ അത് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആവും. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല. പിന്നെ ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. നമുക്ക് തക്കാളിയൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോഴാണ് ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. കാരണം ചില സമയത്ത് ചില സാധനത്തിന് നല്ലോണം വില കുറഞ്ഞ ടൈം ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും ആവശ്യത്തിന്. തക്കാളി കറിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളിക്ക് നല്ല വില കൂടിയ ടൈമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഇതാണ്. അപ്പോൾ ഇത് സജീവമാണ് കേട്ടോ. ഇത് ഇങ്ങനെ കവർ ചെയ്യാനും എല്ലാത്തിനും ഓള് ഭയങ്കര സജീവമാണ്. ഓൾക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓളിന്ന് എന്ത് ചെയ്യും, കളിക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മടിയൊക്കെയാണ്. പക്ഷേ ഇതെന്താ പറയുക, ഇത് ഓള് വേഗം വന്ന് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഓള് നിസ്കാരക്കുപ്പാനായിട്ട് വന്നി, നിങ്ങൾ കണ്ടിടോ അറിയില്ല, ഓള് കയ്യണ്ട് മനസ്സിലാവും. അവളോട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞേന്. അവള് ഇന്ന് വെള്ളിയാഴ്ച കഹഫൊക്കെ ഓതി
ഒക്കെ നിസ്കരിച്ച് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ അത് ഉണ്ടാക്കി ഇങ്ങനെ സെറ്റായി. അപ്പോൾ വേഗം ഓടി തന്നെ അപ്പോൾ നിസ്കാരൂപ്പൊക്കെ മാറ്റിയിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കിപ്പോൾ 12 വയസ്സായിട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ കുട്ടികൾക്കത് ശീലമാവുമല്ലോ. പിന്നെ നമ്മൾ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഓക്ക് മദ്രസയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കഹഫ് ഉസ്താദ്മാർ ഓതി കൊടുക്കുന്നുണ്ട്. ഓലും കുട്ടികളോട് ഓതുകയാണ്. അതുകൊണ്ട് തന്നെ ഓക്കിപ്പോൾ ഓളെന്നെ ഓതും. പിന്നെ നിസ്കരിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിസ്കരിച്ച ആളാണ്. കുട്ടികളെ നമ്മൾ ശീലിപ്പിച്ചാൽ ഇന്നത്തെ കാലം ഭയങ്കര ഒരു നമുക്കെന്നെ പേടിയാണ് ഒരു കാലമാണ്. ഒരു ലോകം ഒരുപാട് മാറിയൊരു കാലമാണ്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ കഴിയും പോലെ നന്നാക്കിയെടുത്ത് നോക്കുക. പിന്നെ തവക്കൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നമ്മളെ മക്കളെ നമ്മൾ റബ്ബിലേക്ക് തവക്കൽ ചെയ്യാം. അപ്പോൾ അള്ളാഹ് ഏറ്റെടുത്തോളും. നമ്മൾ കുറേ ചെറുപ്പത്തിൽ നന്നാക്കി വളർത്തി വിചാരിച്ചുകൊണ്ട് ചിലപ്പം അവരുടെ കൂട്ടുകെട്ടിനനുസരിച്ചിട്ടാവും ഓലെ വളർച്ച. എത്രയോ നല്ല ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഏറ്റവും പറയിപ്പിക്കണ മക്കളുണ്ടാവുന്നുണ്ട്. പക്ഷെ പറയിപ്പിക്കണ അമ്മാക്കും പാപ്പാക്കൊക്കെ നല്ല മക്കളും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ അള്ളയാണ് എന്താ തീരുമാനിക്കണത്. പക്ഷെ നമ്മൾ നന്നാക്കുക, നമ്മൾ അത്രത്തോളം നന്നാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു നല്ല ഒരു ചോരത്തളപ്പുള്ള സമയത്തൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ചങ്ങാഴ്ചകളൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു ബോധം വരും. നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മുടെ അമ്മമാരും ഉപ്പമാരും നമ്മളെങ്ങനെയാണോ വളർത്തിയത് ആ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു മൈൻഡ് വരുമ്പോൾ അവർ സ്വയം നന്നാവും. അപ്പോൾ ഏതായാലും കുറച്ച് കാലം വരെയൊക്കെ ഒരു 40 വയസ്സ് വരെയൊക്കെ വേഗം അങ്ങോട്ട് നമുക്ക് എല്ലാം പൊറുക്കാനുള്ള ടൈമുണ്ടല്ലോ. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാനൊക്കെ പൊറുക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നമ്മൾ 40 വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ അള്ളാഹ് മലായികത്യങ്ങളോട് പറഞ്ഞു കൊടുത്തത് അത് വേഗം എഴുതാനാണ്. അല്ലാത്തവർക്ക് കുറച്ച് സമയം എഴുതാൻ സമയം കൊടുക്കുന്നുണ്ട്. 40 വയസ്സ് വരെ എഴുതാനുള്ള എന്ത് തെറ്റ് ചെയ്താലും വേഗം എഴുതരുന്ന മലക്കളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 40 വയസ്സ് കഴിയുമ്പോഴാണ് മനുഷ്യനൊരു റസൂലിന് പോലും നബിവത്ത് കിട്ടിയ സമയം അതാണല്ലോ 40 വയസ്സ്. അപ്പോൾ അതുവരെയൊക്കെ ഏതായാലും കുറച്ചൊക്കെ കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പേക്കിന് ആരും ടെൻഷൻ ആവുന്നു വേണ്ട. നമ്മൾ അള്ളാഹിനോട് പറയാൻ നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ഇതിൽ പറയേണ്ട വർത്താനല്ല കേട്ടോ. പക്ഷേ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാട്ടെ നമ്മൾ അടിപൊളി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ മടിയാണ്, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൽവ ആക്കിയാണ് കുട്ടികൾക്ക് കൊടുത്തോളി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വലിയവർക്കും ഇനി ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശർക്കര ചേർത്തിട്ട് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് നെക്കിക്കോളി. പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്, മലപ്പുറം താത്ത വ്ളോഗ് ബൈ ഋതു എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ആ പേജ് നിങ്ങളൊന്നൊരു ലൈക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഉപകാരമാണ്. കാരണം എന്താ വെച്ചാൽ ലൈക്ക് ആരും അങ്ങനെ ചെയ്യൂല. അപ്പോൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പേജിക്ക് ഒരു ലൈക്ക് ചെയ്യട്ടോ. അപ്പോഴാണ് നമ്മളെ പേജ് മോണിറ്റൈസേഷൻ ആവുള്ളൂ. പിന്നെ അതൊക്കെ നിങ്ങൾ സഹായിച്ചാൽ എനിക്ക് കിട്ടുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കാനുള്ള മനസ്സ് തരട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.